എന്താണ് അമ്മയും അസൂയയും കുത്തിത്തിരിപ്പും ഒട്ടും തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത എന്റെ പൊന്നുമോളും തമ്മില് ഒരു രഹസ്യ ചർച്ച? അച്ഛന്റെ പഴയ രാജകുമാരി കുറെ കിറ്റുകളുമായിട്ടെ അവളുടെ വീട്ടിലോട്ട് പോകുന്ന അച്ഛൻ കണ്ടതല്ലേ? അതെന്തായാലും നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയതായിരിക്കുമല്ലോ. എടീ, അവിടെ ഇന്ന് ഓണാഘോഷായിരുന്നു, പലവിധ മത്സരങ്ങളും ഉണ്ടായിരുന്നു, അവിടുന്ന് കിട്ടിയതായിരിക്കും. എന്തായാലും ഇത്രയും സാധനങ്ങൾ കിട്ടാനൊന്നും ഒരു വഴിയുമില്ല. പിന്നെ ആ കൊച്ചു കട്ടുകൊണ്ടുവന്നാ നീ പറയണേ? നീ കുറച്ചേരം പുറത്തേക്ക് ഇറങ്ങിക്ക്. നല്ല ഓണക്കാറ്റാലേ മനസ്സിൽ നിന്ന് കുറച്ച് കുശുമ്പ് മാറി കിട്ടും. ആ എടാ, നീയൊന്ന് നിന്നേ. എന്താ അമ്മേ? അപ്പുറത്തെ ഹൃതിക കുറേയേറെ സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് കേറി പോകുന്നുണ്ടല്ലോ. അവക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ കാശ് എവിടുന്ന് കിട്ടി? അമ്മേ, അത് ഞാൻ കൊടുത്തതല്ല. കമ്പനിയിലെ കുറെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു, വിജയിച്ചവർക്ക് ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു. ആ, ഇവള് അതിലൊക്കെ പങ്കെടുത്ത് കാണും, അങ്ങനെ ജയിച്ചു കാണും. പിന്നെ സമ്മാനമൊക്കെ കൊടുത്തതേ ആ റോഷ്നിയാ. അവളോട് പോയി ചോദിക്ക്, എനിക്കിതിൽ ഒരു പങ്കുമില്ല. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളി വചനം, കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുണ്ട് മോളെ. അച്ഛാ, ഞാനത് ഒറ്റയ്ക്കല്ല ചെയ്തത്, ചെറിയമ്മയും കൂട്ടിനുണ്ടായിരുന്നു. ചെറിയമ്മ മകളെ പ്രോത്സാഹിപ്പിച്ചു എന്നല്ലാതെ ഞാൻ ഈ കളത്തില് കൈ കൊണ്ട് തൊട്ടിട്ടില്ല. അല്ലെങ്കിലും ഈ ഋതികെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താ അത് വിജയിക്കത്തില്ല. ആരെങ്കിലും ഒരാളെ എപ്പോഴും കൂട്ടിന് വേണം. എന്നാര് പറഞ്ഞു? കിട്ടിയ അവസരം വെച്ച് കൊച്ചിനെ കുത്തല്ലേ ചേച്ചി? ശരാ, വേണ്ട. ഓണത്തിന്റെ ശോഭകളല്ലേ. ദുരിതപ്പെയ്ത്ത് കഴിഞ്ഞു വരുന്നൊരു ഓണോ എല്ലാ അർത്ഥത്തിലും. അതിനൊരു സമാധാനമുണ്ട്, അത് കളയരുത്. സോറി ഏട്ടാ. പ്രതാപ, ഇവന് പണ്ടേ ഇല്ല എന്നോട് ചേച്ചിയാണെന്നുള്ളൊരു ബഹുമാനം. പിന്നെ ബഹുമാനിക്കാൻ പറ്റിയൊരു മുതല്. പോട്ടെ ചേച്ചി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ പിണങ്ങളെ ചേച്ചി.